ഇസ്ലാമിസ്റ്റുകൾക്ക് പണി കൊടുക്കാൻ ഹലാൽ സർട്ടിഫിക്കേഷൻ നിരോധിക്കാൻ ഒരുങ്ങി കർണാടക സർക്കാർ. വിപണിയെ ചില പ്രത്യേക വിഭാഗക്കാരുടെ മാത്രം താൽപ്പര്യങ്ങൾക്കനുസരിച്ച് അവരുടെ കുത്തകയാക്കി മാറ്റുന്ന ഹലാൽ സർട്ടിഫിക്കേഷൻ നിരോധിക്കുന്ന ബില്ല് സഭയിൽ അവതരിപ്പിക്കാൻ കർണാടകയിലെ ബൊമ്മെ സർക്കാർ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ BJP വർഗീയ അജണ്ടകൾ പുറത്തിറക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ടെങ്കിലും ഹലാൽ എന്ന ലേബലിൽ വിപണിയിലെത്തുന്ന ഭക്ഷണത്തിന് പിന്നിൽ കേവലം അനുവദനീയമായ ആഹാര പദാർത്ഥം എന്നതിനപ്പുറത്ത് വിപണിയെ ആസൂത്രിതമായി കൊള്ളയടിക്കുകയും ഒരു കൂട്ടർക്ക് വേണ്ടി ചെറുകിട ഭക്ഷ്യ വ്യവസായങ്ങളെ ആസൂത്രിതമായി തകർക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഇവിടെ നിലനിൽക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഹിജാബ് വിഷയം മുതൽ ബൊമ്മെ സർക്കാർ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ നയങ്ങൾക്കെതിരെ നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ ഹലാൽ സർട്ടിഫിക്കേഷൻ നിരോധനവുമായി രംഗത്ത് വന്നിരിക്കുന്നതെന്നാണ് ചില സംഘടനകൾ ആരോപിക്കുന്നത്. ഹലാൽ ഭക്ഷണം നിമിത്തം നിലനിൽക്കുന്ന വ്യാവസായികവും സാമൂഹികവുമായ പ്രതിസന്ധികൾ നിമിത്തം കഴിഞ്ഞ ദീപാവലി ദിനത്തിൽ ഹലാൽ വിമുക്ത ദീപാവലി ആഘോഷങ്ങൾക്ക് കർണാടകയിൽ പല സംഘടനകളും ആഹ്വാനം നടത്തിയിരുന്നു. അന്ന് മക്ഡൊണാൾഡ്, KFC തുടങ്ങിയ അന്താരാഷ്ട്ര ശൃംഖലകളിൽ നിന്ന് ഹലാൽ സർട്ടിഫൈഡായി വരുന്ന ആഹാരങ്ങൾ സാമൂഹികവും അല്ലാത്തതുമായ വേർതിരിവുകളും പ്രതിസന്ധികളും സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് ആ സംഘടനകൾ ആരോപിച്ചത്. ഇത്തരം ഹോട്ടൽ ഔട്ട്ലെറ്റുകളുടെ മുമ്പിൽ അന്ന് അവർ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ഹലാൽ വിരുദ്ധ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്തു. പിന്നീട് അത് അയൽ സംസ്ഥാനമായ ഗോവ, മഹാരാഷ്ട്ര തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയും ചെയ്തു. ഹലാൽ പോലെയുള്ള ഇസ്ലാമിക മത ജീവിതചര്യകളെ വ്യക്തിപരമായി ഒരു മതസമൂഹം പിന്തുടരുന്നതിനെ ആരും എതിർക്കുന്നില്ല. പക്ഷെ അത് നിർബന്ധിതമായി പൊതുജീവിതത്തിൻ്റെ കൂടെ ഭാഗമാക്കി മാറ്റുക എന്ന ഗൂഢതന്ത്രങ്ങൾ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇതിനു പിന്നിൽ ബിസിനസ് മേഖലയെ മൊത്തത്തിൽ കൈപ്പിടിയിൽ ഒതുക്കുക എന്ന അപ്രഖ്യാപിത ലക്ഷ്യം കൂടി ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇത്തരം ലക്ഷ്യങ്ങളോടെയുള്ള ഹലാൽ അടിച്ചേൽപ്പിക്കലുകൾ പൊതുസമൂഹത്തിൽ നീതിയുക്തമല്ലാത്തതിനാൽ വലിയൊരു വിഭാഗം ജനങ്ങളും ഹലാൽ സർട്ടിഫിക്കേഷൻ എന്ന സമ്പ്രദായത്തിന് എതിര് തന്നെയാണ്. ഹലാൽ എന്ന് നിഷ്കർഷിക്കുന്ന ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കൂ എന്നുള്ളവർക്ക് അത് തുടർന്നും കഴിക്കാം. അത് കഴിക്കുന്നത് വിലക്കാൻ ആർക്കും അധികാരമില്ല. അതിന് ആരും തടസ്സം പറയുന്നുമില്ല. എന്നാൽ ഒരു സംസ്ഥാനത്തിൻ്റെ പൊതുവിപണിയിൽ സർക്കാരിൻ്റെ അംഗീകാരമുള്ള ഭക്ഷണങ്ങളല്ലാതെ മറ്റൊരു സംഘടന നൽകുന്ന സർട്ടിഫിക്കേഷനുകൾ ഉള്ള ഭക്ഷണങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായി നിരോധിക്കുക എന്നത് കാലഘട്ടത്തിൻ്റെ തന്നെ ആവശ്യകതയാണ്. ഹലാൽ അനുകൂലികൾ ഇത്തരം നിരോധനങ്ങളെ മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കാനും അതിന് എതിരെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനുമാവില്ല. ഇപ്പോൾ തന്നെ മുസ്ലിമുകൾക്ക് അനുവദനീയമായ ഹലാൽ ഭക്ഷണം നിരോധിക്കാൻ പോകുന്നേ എന്ന നിലവിളി ആരംഭിച്ചിട്ടുണ്ട്. ഇതര വിശ്വാസ പ്രമാണങ്ങൾക്ക് വിധേയരായി ജീവിക്കുന്ന മറ്റ് മതസ്ഥരും ഉൾക്കൊള്ളുന്ന സമൂഹത്തിൽ ഒരു മതത്തിൻ്റെ മാത്രം നിഷ്ഠകളും ചിഹ്നങ്ങളുമൊക്കെ ലേബൽ ചെയ്യപ്പെടുന്ന ഭക്ഷണങ്ങൾ നിർബന്ധപൂർവമോ തന്ത്രപൂർവമോ ആയി അടിച്ചേൽപ്പിക്കുന്നത് സാമൂഹ്യ സന്തുലനാവസ്ഥയ്ക്ക് തന്നെ വിഘാതമാകും. ചിലർ ഹലാൽ എന്ന് കരുതുന്നത് മറ്റു ചിലർക്ക് ഹറാമാണെങ്കിൽ അവരുടെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയല്ലേ? മാത്രമല്ല, ഇതര മതസ്ഥരുടെ കച്ചവട സംരംഭങ്ങളെ തകർക്കാൻ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കൾ ഹലാൽ സർട്ടിഫിക്കേഷനെ ശക്തമായി കൂട്ടുപിടിക്കുന്നുവെന്നത് ഒരു പച്ച പരമാർത്ഥം തന്നെയാണ്. ഇത്തരം രീതി ഇങ്ങനെ തുടർന്നാൽ കച്ചവട മേഖലകൾ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ കുത്തകയായി മാറുക തന്നെ ചെയ്യും. കർണാടകയിൽ മാത്രമല്ല, കേരളമടക്കം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഹലാൽ വൽക്കരണം ഒരു യാഥാർത്ഥ്യമായി തുടരുമ്പോൾ കർണാടക സർക്കാരിൻ്റെ പാത പിന്തുടർന്ന് മറ്റ് സംസ്ഥാനങ്ങളിലും ചില സംഘടനകൾ ഹലാൽ സർട്ടിഫിക്കേഷൻ നൽകി ഭക്ഷ്യവിപണിയിൽ ഇടപെടുന്നത് തടയുക തന്നെ വേണം. അതായത് സർക്കാരിൻ്റെ സർട്ടിഫിക്കേഷനുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രമേ വിൽക്കാവൂ എന്ന നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ഭക്ഷ്യവിപണി അടക്കമുള്ള പ്രധാന വിപണികളെല്ലാം ഹലാൽ സർട്ടിഫിക്കേഷൻ എന്ന തന്ത്രം ഉപയോഗിച്ച് തങ്ങളുടെ വരുതിയിലാക്കാനുള്ള ഇസ്ലാമിസ്റ്റുകളുടെ പദ്ധതിയെ തകർക്കാൻ കഴിയൂ.